Good morning, students. നെക്സ്റ്റ് നമുക്ക് എടുക്കാനുള്ളത് നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ കപ്പാസിറ്റി മെത്തേഡ്സ് വരെയാണ് പറഞ്ഞു നിർത്തിയത്. ഇനി നമുക്ക് എടുക്കാനുള്ളത് കപ്പാസിറ്റി യൂട്ടിലൈസേഷൻ ഇൻ കേസ് ഓഫ് സർവീസ് ആൻഡ് മാനുഫാക്ചറിങ് ഓർഗനൈസേഷൻ. ഒരു സർവീസ് അല്ലെങ്കിൽ മാനുഫാക്ചറിങ് ഓർഗനൈസേഷൻ നോക്കുന്ന സമയത്ത് അവിടെ എങ്ങനെയാണ് കപ്പാസിറ്റി യൂട്ടിലൈസേഷൻ ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഒരു മെഷീൻ്റെ മാക്സിമം എത്ര പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണല്ലോ അതിൻ്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത്. അപ്പം ഈ ഓരോ സർവീസ് ഫേംസിൽ നമ്മൾ ഈ കപ്പാസിറ്റി നോക്കുന്ന സമയത്ത് അവർ ഒരു ഫിസിക്കൽ അറേഞ്ച്മെൻറ്റ് നടത്തിയിട്ടുണ്ടായിരിക്കും. അവരെ കപ്പാസിറ്റി ഫെസിലിറ്റി ബേസ് ചെയ്തുകൊണ്ടുള്ള അവരുടെ ഫിസിക്കൽ അറേഞ്ച്മെൻറ്റ്സ് അതൊരു പക്ഷേ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും ഓരോ സീസൺ അനുസരിച്ച്, അല്ലെങ്കിൽ വീക്ക് അനുസരിച്ച്, അല്ലെങ്കിൽ ഡെയിലി ബേസിൽ ഇതിൻ്റെ ഫിസിക്കൽ അറേഞ്ച്മെൻറ്റ്സ് ചേഞ്ച് ആയിക്കൊണ്ട് ഇരിക്കും. എന്നിരുന്നാലും അതിൻ്റെ കുറച്ച് എക്സാമ്പിൾസും അതെങ്ങനെയൊക്കെയാണ് വരുന്നതെന്നുള്ളത് നോക്കാം. ഫസ്റ്റ് വണ്ണാണ് ട്രാൻസ്പോർട്ടേഷൻ. ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഇപ്പോൾ എയ്റോപ്ലെയിൻസ്, ട്രെയിൻ, ബസ്സസ്, ഇതൊക്കെയാണ് നമ്മൾ ട്രാൻസ്പോർട്ടേഷൻ പേർപ്പസ് നമ്മൾ സാധാരണ രീതിയിൽ യൂസ് ചെയ്യാറുള്ളത്. അപ്പം ഈ ഒരു ഇതിൻ്റെ കേസ് എടുക്കുമ്പം ഇതിൻ്റെ സീറ്റിംഗ് കപ്പാസിറ്റി ഉണ്ട്. ആ ഒരു അത്രേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ആ സീറ്റ്സ് എത്ര അവൈലബിൾ ആണോ അത്രയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമുക്കതിനകത്ത് ഇരിക്കാൻ പറ്റുള്ളൂ. അതിപ്പം മോർണിംഗ് ആയാലും ഏർലി ഈവനിങ് ആയാലും ഒക്കെ എന്താണ് സിറ്റുവേഷൻസ് സെയിം ആയിരിക്കും. പക്ഷേ ഒരു പക്ഷേ ബസ്സിൻ്റെ റഷിനനുസരിച്ചുള്ള അല്ലെങ്കിൽ ട്രെയിനിൻ്റെ റഷിനനുസരിച്ചുള്ള ഡിഫറൻസിനനുസരിച്ചുള്ള സീറ്റിംഗ് കപ്പാസിറ്റിക്കുള്ള ചേഞ്ചസ് വരാനുള്ള ചാൻസസ് ഉണ്ട്. അടുത്താണ് ഹോട്ടൽ ഇൻഡസ്ട്രി. ഒരു ഹോട്ടലിൻ്റെ കേസ് എടുത്ത് നോക്കിയാലും അങ്ങനെ തന്നെയാണ്. ഒരു ആ റൂംസ് ഓൾറെഡി ഫിക്സ്ഡ് ആണ്. മേ ബി ഹോളിഡേയ്സിൻ്റെ റൂംസ് കുറച്ചും കൂടി റഷ് ആയിരിക്കാം. സാധാ ഡേയ്സിൽ, വർക്കിംഗ് ഡേയ്സിൽ റൂംസ് ചിലപ്പം കുറച്ചും കൂടി അവൈലബിലിറ്റി കൂടുതലായിരിക്കും. അപ്പം ആ റൂമിൻ്റെ അവൈലബിലിറ്റി എങ്ങനെയാണോ അത് ബേസ് ചെയ്തുകൊണ്ടായിരിക്കും അവിടുത്തെ കപ്പാസിറ്റി നമ്മൾ മെഷർ ചെയ്യാം. അതാണ് ഹോട്ടൽ ഇൻഡസ്ട്രി. പിന്നെ തിയേറ്റർ, സിനിമ, റെസ്റ്റോറൻറ്റ്, ഈ കേസസ് എടുത്ത് നോക്കിയാലും അവിടുത്തെ സീറ്റിംഗ് കപ്പാസിറ്റി ഉണ്ട്. നമ്മളിനിയിപ്പം എത്ര പൈസ കൂടുതൽ കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അവിടെ സീറ്റ് ഉണ്ടെങ്കിൽ എന്ത് കിട്ടുള്ളൂ, നമുക്ക് ടിക്കറ്റ് കിട്ടുള്ളൂ, എന്നാലും നമുക്ക് ഫിലിമിന് പോകാൻ പറ്റുള്ളൂ. അപ്പം ആ ഒരു സീറ്റിംഗ് കപ്പാസിറ്റി എങ്ങനെയാണോ അതിനനുസരിച്ചിട്ടായിരിക്കും നമുക്ക് ആ ഒരു മേഖലയിൽ നമുക്ക് പിന്നെ കപ്പാസിറ്റീനെ നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം തിയേറ്റർ, സിനിമാസ്, റെസ്റ്റോറൻറ്റ്സ് ഇതൊക്കെ സർവീസ് സെക്ടേഴ്സാണ്. ഇവിടുത്തെ സീറ്റിംഗ് കപ്പാസിറ്റി എങ്ങനെയാണോ അതിൻ്റെ ആ നമ്പർ ഓഫ് പ്ലേസസ് ആർ ലിമിറ്റഡ്. അത് അത്ര അവൈലബിലിറ്റി അതിനകത്തുള്ളൂ. ഹോസ്പിറ്റൽസ് നമുക്കറിയാം, ഇപ്പോൾ ഈ കൊറോണൻ്റെ സിറ്റുവേഷൻ വന്ന സമയത്ത് തന്നെ പല നമ്മളിങ്ങനെ ഇറാനിൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ടൊക്കെ നമുക്ക് ഇറ്റലിയിലൊക്കെ നമ്മളിങ്ങനെ കേൾക്കുന്നുണ്ട്, ഹോസ്പിറ്റലിൽ പോലും സ്ഥലമില്ലാണ്ടാണ് അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറയുന്നത്. കാരണം ബിക്കോസ് അവിടെ എത്ര ബെഡിൻ്റെ കപ്പാസിറ്റി ഉണ്ട്, എത്ര പേഷ്യൻസിന് കിടക്കാനുള്ള ബെഡിൻ്റെ കപ്പാസിറ്റി ആണുള്ളത്, അത്ര എന്ത് ചെയ്യുള്ളൂ ആ ഹോസ്പിറ്റലിൽ അവൈലബിൾ ഉള്ളൂ. അത് കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റില്ല, അവിടെ കിടക്കാൻ പറ്റില്ല. സോ അവിടുത്തെ അവൈലബിലിറ്റി അല്ലെങ്കിൽ അവിടുത്തെ ഒരു കപ്പാസിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്പർ ഓഫ് ബെഡ്സ് ഹൗ മച്ച് അവൈലബിൾ, അതാണ് അതിൻ്റെ കപ്പാസിറ്റി. അടുത്ത വരുന്നത് മാനുഫാക്ചറിങ് ഫേംസാണ്. മാനുഫാക്ചറിങ് ഫേംസ് ആണെങ്കിലും അതിൻ്റെ ഔട്ട്പുട്ട് എങ്ങനെയാണ്, അതിൻ്റെ പ്രോഡക്റ്റിൻ്റെ ഔട്ട്പുട്ട് ആ ഒരു രീതിയിലാണ് നമ്മളതിനെ മെഷർ ചെയ്യുക. എല്ലാ മാനുഫാക്ചറിങ് സിസ്റ്റത്തിനും ഒരു നോമിനൽ അല്ലെങ്കിൽ ഡിസൈൻ കപ്പാസിറ്റി ഉണ്ടായിരിക്കും. അപ്പം ആ ഒരു ഫിസിക്കൽ കപ്പാസിറ്റി എന്താണോ അത് ബേസ് ചെയ്തുകൊണ്ടായിരിക്കും അവിടുത്തെ കപ്പാസിറ്റീനെ നമ്മൾ അറേഞ്ച് ചെയ്യുക. ഇനി നെക്സ്റ്റ് ടോപ്പിക്കാണ് കപ്പാസിറ്റി അണ്ടർ യൂട്ടിലൈസേഷൻ ആൻഡ് ഫ്ലെക്സിബിലിറ്റി. ഈ ഒരു യൂട്ടിലൈസേഷനും ഫ്ലെക്സിബിലിറ്റിയും ബേസ് ചെയ്തുകൊണ്ട് എങ്ങനെയാണ് കപ്പാസിറ്റിന്ന് നമ്മൾ പറയുന്നത്. മെനി സർവീസ് സിസ്റ്റംസ് ആർ നോട്ടോറിയസ്ലി inefficient in the sense that the capacity utilization may be close to zero for long periods of a time. ഇപ്പോൾ ഒരുപാട് സിറ്റുവേഷൻസിൽ ചില സമയത്ത് ചില ലോങ് പീരീഡിലേക്ക് സീറോ ആവാറുണ്ട്. ഇപ്പോൾ സ്കൂള്, യൂണിവേഴ്സിറ്റീസൊക്കെ എടുത്ത് നോക്കിയാൽ നമുക്കറിയാം 2 മാസം 3 മാസമൊക്കെ ഒരു വർഷത്തിൽ എന്ത് ചെയ്യാറുണ്ട്, ക്ലോസ് ചെയ്തിടാറുണ്ട്. ബിക്കോസ് വെക്കേഷൻ ടൈം ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതെന്ത് ചെയ്യും, ക്ലോസ് ചെയ്യും. അതുപോലെ തന്നെ ഇപ്പോൾ ട്രാൻസ്പോർട്ടേഷനൊക്കെ കേസ് എടുത്ത് നോക്കി കഴിഞ്ഞാൽ ഒരു മിഡ് മോർണിംഗ് അല്ലെങ്കിൽ മിഡ് ആഫ്റ്റർനൂൺ ടൈമിലൊക്കെ അവിടുത്തെ സീറ്റ്സ് എന്തായിരിക്കും, കുറവായിരിക്കും. അതുപോലെ തന്നെ റെസ്റ്റോറൻറ്റിൻ്റെ ടൈമിങ്ങും അതിൻ്റെ ആ ഒരു ടൈം രാവിലെ, ഉച്ച, വൈകുന്നേരം ഏകദേശം ആ ഒരു ടൈമുകളിലായിരിക്കും ഈ സ്ഥലങ്ങളൊക്കെ ബിസി ആവുക. അല്ലാത്ത സാഹചര്യത്തിൽ എന്തായിരിക്കണം എന്നില്ല, ബിസി ആവണമെന്നില്ല. അപ്പോൾ സിറ്റുവേഷൻസ് എങ്ങനെയാണോ അത് ഓറിയൻറ്റ് ചെയ്തിട്ടായിരിക്കും അവിടുത്തെ ആ ഒരു ബിസി എന്ന് പറയുന്നത്. പിന്നെ
അടുത്തതാണ് കപ്പാസിറ്റി ആൻഡ് ബോട്ടിൽ നെക്സ്. ബോട്ടിൽ നെക്സ്. ആദ്യം നമ്മൾ ബോട്ടിൽ നെക്ക് എന്താണെന്ന് നോക്കാം. ബോട്ടിൽ നെക്കിനെ ഡിഫൈൻ ചെയ്തിട്ടുള്ളത് ഇറ്റ്സ് എ റിസോഴ്സ് വിച്ച് ആസ് എ ഡിമാൻഡ് റിക്വയർമെൻറ്റ് ഗ്രേറ്റർ ദാൻ ഇറ്റ്സ് കപ്പാസിറ്റി. എന്താണോ കപ്പാസിറ്റി ഉള്ളത് അതിനേക്കാൾ കൂടുതൽ ഡിമാൻഡ് ഉണ്ടാവുക. അതായത് അതിന് ഔട്ട്പുട്ട് 100 ഉണ്ടാവുള്ളൂ, പക്ഷേ എപ്പോഴും കസ്റ്റമേഴ്സിൻ്റെ ഡിമാൻഡ് വെച്ച് നോക്കുമ്പോൾ അത് 150 ഡിമാൻഡ് ചെയ്യുന്നുണ്ട്. സോ അതിനെയാണ് നമ്മൾ ബോട്ടിൽ നെക്ക് എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ബോട്ടിൽ നെക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ നെയിം പറയുന്ന പോലെ ഒരു ബോട്ടിലിൻ്റെ അറ്റം കണ്ടിട്ടില്ലേ, ബോട്ടിലിൻ്റെ നെക്ക് എങ്ങനെയാണ് ഇങ്ങനെ അടിയിൽ നിന്ന് ഇങ്ങനെ കുറച്ച് വീതി വൈഡായിരിക്കും, മേലേക്ക് എത്തുമ്പോഴത്തേനും എന്തായും കുറച്ച് ഇങ്ങനെ വീതി കുറഞ്ഞിട്ടും. ഇപ്പോൾ ഈ ബിയറിൻ്റെ ഒക്കെ ബോട്ടിൽസ് തന്നെ ഉദ്ദേശിച്ചത്. നമ്മൾ കുടിക്കുന്ന ബോട്ടിൽസ് ചിലപ്പം സെയിം സൈസിൽ തന്നെ കിട്ടാണ്ട് ബിയർ അങ്ങനത്തെ ഒക്കെ സാധനങ്ങളൊക്കെ ബോട്ടിൽസ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായി മേലെ ആ ഒരു ഭാഗം കുറച്ചുകൂടി സ്പേസ് കുറച്ചും കൂടി ടഫായിട്ടായിരിക്കും, കുറച്ചുകൂടി നാരോ സ്പേസ് ആയിട്ടായിരിക്കും ഉണ്ടാവുക. അപ്പോൾ അതിൻ്റെ ഫ്ലോ എന്തായിരിക്കും മെല്ലെ ഇങ്ങനെ സ്ലോലി ആയിരിക്കും വരുന്നുണ്ടാവുക. അപ്പോൾ അതുപോലെ ആ ഒരു പേര് പോലെ തന്നെയാണ് ബോട്ടിൽ നെക്ക് എന്ന് പറഞ്ഞാൽ ബോട്ടിലിൻ്റെ കഴുത്ത് ഭാഗം, അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ ഒരു രീതിയിൽ തന്നെ ആയിരിക്കും. അതായത് കുറച്ചും കൂടി ട്രാഫിക് പ്രോബ്ലംസ് ഒക്കെ ഇതിനകത്ത് ഫേസ് ചെയ്യേണ്ടി വരും. ബിക്കോസ് നമുക്ക് കസ്റ്റമർ ചോദിക്കുന്ന അത്ര നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ആ പ്രോഡക്റ്റ് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നതിനേക്കാൾ കൂടുതൽ നമുക്ക് എന്താണ് ആക്ച്വലി ഡിമാൻഡാണ് അവിടെ വരുന്നത്. അപ്പം കപ്പാസിറ്റി കുറച്ചുകൂടി കൂടുതലായിട്ട് ഡിമാൻഡ് ചെയ്യുക. അതേപോലെ അതിനൊരു resources which those capacity is greater than demand but a reasonable margin are called non-bottlenecks. Non-bottlenecks എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഗ്രേറ്റർ ഡിമാൻഡ് ആയിരിക്കും ഉണ്ടാവുക, പക്ഷേ റീസണബിൾ മാർജിനിൽ അത് വരികയാണ്. അതായത് ഭയങ്കരമായിട്ടില്ല, പക്ഷേ ഒരു റീസണബിൾ മാർജിനിലാണ് ആ ഒരു ഡിമാൻഡ് എങ്കിൽ അതിനെ നമ്മൾ നോൺ ബോട്ടിൽ നെക്ക് എന്നാണ് പറയുക. ഇനിയും എങ്ങനെയാണ് നമ്മൾ ഈ ഒരു ബോട്ടിൽ നെക്കിനെ ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളതാണ് നെക്സ്റ്റ് നോക്കാനുള്ളത്. നമ്മൾ മുൻകൂട്ടി ഫോർകാസ്റ്റ് ചെയ്യുമ്പോൾ നമ്മളെ മുന്നിലുള്ള ഹിസ്റ്റോറിക്കലായിട്ടുള്ള ഈ പ്രോഡക്റ്റിൻ്റെ ഡിമാൻഡ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് പറയാൻ പറ്റും എത്രയാണ് നമ്മളെ ഈ ഒരു പ്രോഡക്റ്റിൻ്റെ ഇത് എന്നുള്ളത്, അതിൻ്റെ ആ ഒരു ഏരിയ എത്രത്തോളം, അതിന് എത്രത്തോളം പോസിബിലിറ്റി ഉണ്ടെന്നുള്ളത് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ ഈ ഒരു മൾട്ടിപ്പിൾ പ്രോഡക്റ്റ്സ് ആണെങ്കിൽ അതേപോലെ തന്നെ പ്രോഡക്റ്റ് മിക്സ് ആണ് എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു മാസത്തെ പോലെ ആവണമെന്നില്ല നെക്സ്റ്റ് മന്ത്. അപ്പം ഈ അവിടെ എന്തായിരിക്കും ബോട്ടിൽ നെക്കിൻ്റെ റിസോഴ്സസിനുള്ള ചേഞ്ചസ് വരും. അപ്പോൾ ഈ ഒരു ചേഞ്ച്, അതായത് ഒരു മാസമുള്ള പോലെ ആവണമെന്നില്ല നെക്സ്റ്റ് മന്ത്, പിന്നത്തെ പോലെ ആവണമെന്നില്ല നെക്സ്റ്റ് മന്ത്. അപ്പോൾ ആ ഒരു സിറ്റുവേഷനെ നമ്മൾ ഷിഫ്റ്റിംഗ് ബോട്ടിൽ നെക്ക് എന്നാണ് നമ്മൾ പറയാറുള്ളത് ഈ ഒരു സിറ്റുവേഷന്. അപ്പോൾ ഇങ്ങനെയുള്ള പ്രോബ്ലംസൊക്കെ നമ്മൾ ഫേസ് ചെയ്യുമ്പം നമ്മൾ എന്ത് ചെയ്യും, ഡിമാൻഡ് മാനേജ്മെൻറ്റും അതുപോലെ തന്നെ തിയറി ഓഫ് കൺസ്ട്രെയിൻസ് TOC തിയറി ഓഫ് കൺസ്ട്രെയിൻസ് ടെക്നിക്സൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, പഠിക്കും. അപ്പോൾ അങ്ങനെയാണ് നമുക്ക് ഈ ഒരു ബോട്ടിൽ നെക്കിൻ്റെ ഷിഫ്റ്റിങ്ങിനെ കുറിച്ച് നമുക്ക് കൂടുതലായിട്ട് അറിയാൻ വേണ്ടി സാധിക്കുന്നത്. അങ്ങനെയൊക്കെ ആണെങ്കിലും ഈ ഒരു തിയറി ഓഫ് കൺസ്ട്രെയിൻസ് അല്ലെങ്കിൽ TOC എന്ന് പറയുന്ന ഈ ഒരു ബോട്ടിൽ നെക്കിൻ്റെ ഈ ഒരു അഡ്രസ്സ് ചെയ്യുന്ന ഈ ഒരു സിസ്റ്റത്തിനെ ഒരാൾ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അയാളുടെ പേരാണ് എലിഹൗ ഗോൾഡ്രാറ്റ്. ഇത് 1980 ഇയാൾ ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇയാൾ ഡിഫൈൻ ചെയ്ത് ഇയാളുടെ തിയറി ബേസ് ചെയ്തുകൊണ്ട് എന്തൊക്കെ കാര്യങ്ങളാണ് വരുന്നത് നോക്കാം. ഫസ്റ്റ് വണ്ണാണ് ഐഡൻറ്റിഫൈ ദ സിസ്റ്റം കൺസ്ട്രെയിൻസ്. നോ ഇംപ്രൂവ്മെൻറ്റ് ഈസ് പോസിബിൾ അൺലെസ് ദ കൺസ്ട്രെയിൻ ഓഫ് വീക്കൻ ലിങ്ക് ഈസ് ഫൗണ്ട്. നമുക്ക് ആദ്യം കൺസ്ട്രെയിൻ ഐഡൻറ്റിഫൈ ചെയ്യണം, എന്താണ് കൺസ്ട്രെയിൻ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അതിൻ്റെ ശേഷം ഒരു തരത്തിലുള്ള ഇമ്പ്രൂവ്മെൻറ്റും പോസിബിൾ അല്ല. ഈ ഒരു കൺസ്ട്രെയിൻ കാരണം, അതിൻ്റെ ആ ഒരു വീക്കെൻഡ് കാരണം ഒരു തരത്തിലുള്ള ഇമ്പ്രൂവ്മെൻറ്റും പോസിബിൾ അല്ലേ എന്നുള്ളത് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യണം. അപ്പോൾ കൺസ്ട്രെയിൻസ് എന്താണെന്ന് ആദ്യം നമ്മൾ മനസ്സിലാക്കണം. അതിൻ്റെ ശേഷം ഡിസൈഡ് ഹൗ ടു എക്സ്പ്ലോയിറ്റ് ദ സിസ്റ്റം കൺസ്ട്രെയിൻസ്. ഈ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്ത ഈ സിസ്റ്റം കൺസ്ട്രെയിനെ നമ്മൾ എന്ത് ചെയ്യണം, എങ്ങനെ നമുക്ക് എക്സ്പ്ലോയിറ്റ് ചെയ്യാം, എങ്ങനെ നമുക്ക് മാക്സിമം ആക്കാം എന്നുള്ളത് എന്ത് ചെയ്യണം, നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെ ഈ കൺസ്ട്രെയിനെ മാക്സിമം എഫക്റ്റീവായിട്ടുള്ള പോസിബിളായിട്ടുള്ള രീതിയിൽ നമ്മൾ കൺസ്ട്രെയിനെ
യൂസ് ചെയ്യണം. അതിൻ്റെ ശേഷം സബോർഡിനേറ്റ് എവറിത്തിങ് എൽസ് ടു ദാറ്റ് ഡിസിഷൻ. നമ്മളെടുത്ത തീരുമാനത്തിന് എന്ത് ചെയ്യണം, എല്ലാത്തിനെയും ആ ഡിസിഷനെ രീതിയിൽ കൊണ്ടെത്തിക്കാൻ നമുക്ക് സാധിക്കണം. അതായത് ഓരോ പാർട്ടിലും, സിസ്റ്റത്തിൻ്റെ ഓരോ പാർട്ടിലെയും ഈ കൺസ്ട്രെയിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ, അതിനെ എത്രത്തോളം ഈ നോൺ കൺസ്ട്രെയിൻസിനെ മാക്സിമം എന്ത് ചെയ്യണം, റെഡ്യൂസ് ചെയ്യുക. അതിൻ്റെ ആ ഒരു എഫിഷ്യൻസി, നോൺ കൺസ്ട്രെയിൻസിൻ്റെ എഫിഷ്യൻസി റിഡ്യൂസ് ചെയ്തുകൊണ്ട് കൺസ്ട്രെയിൻസിൻ്റെ എഫിഷ്യൻസി കൂട്ടിയിട്ട് നമ്മൾ ഈ ഒരു ഡിസിഷൻ എടുക്കണം. അതിൻ്റെ ശേഷം എലിവേറ്റ് ദ സിസ്റ്റം കൺസ്ട്രെയിൻസിനെ നമ്മൾ എലിവേറ്റ് ചെയ്യണം. അതായത് ഇഫ് ഔട്ട്പുട്ട് ഈസ് സ്റ്റിൽ ഇനാഡിക്വേറ്റ്, ഔട്ട്പുട്ട് എപ്പോഴും നമ്മൾ വിചാരിച്ച രീതിയിലല്ല എങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, കൂടുതൽ റിസോഴ്സസ് നമ്മൾ യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, മാക്സിമം കൺസ്ട്രെയിൻസിനെ നമ്മൾ യൂട്ടിലൈസ് ചെയ്തിട്ട് ചെയ്യണം. അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞ ഈ പ്രീവിയസ് സ്റ്റെപ്പ്, സപ്പോസ് കൺസ്ട്രെയിൻസിന് നമുക്ക് ബാക്ക് ടു ബ്രോക്കൺ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ വീണ്ടും നമ്മൾ എന്ത് ചെയ്യണം, ഫസ്റ്റ് സ്റ്റെപ്പിലേക്ക് തന്നെ തിരിച്ചു പോകണം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഈ കൺസ്ട്രെയിൻ്റെ പ്രോബ്ലം ഒന്നും കൂടി സോൾവ് ചെയ്തിട്ട് നമ്മൾ വീണ്ടും ആദ്യം മുതൽ തന്നെ എന്ത് ചെയ്യണം, സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ ഇങ്ങനെയാണ് ബോട്ടിലേക്ക് നമ്മൾ ചെയ്യേണ്ടത്. ഇനി എങ്ങനെയാണ് ക്യാപിറ്റൽ റിക്വയർമെൻറ്റ്സിനെ നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്യുന്നത് എന്നുള്ളത് നോക്കാം. അപ്പോൾ ക്യാപിറ്റൽ എത്ര വേണ്ടി വരും എന്നുള്ളത് എങ്ങനെയാണ് എസ്റ്റിമേറ്റ് ചെയ്യുക, അതിൻ്റെ കാര്യങ്ങളാണ് ഞാൻ നെക്സ്റ്റ് നോക്കാനുള്ളത്. ഒരു പ്രൊഡക്ഷൻ അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ ഒരു ഫേമിൻ്റെത് അതിൻ്റെ സക്സസ് ആണോ ഫെയിലിയർ ആണോ എന്നുള്ളത് ഡിപ്പെൻഡ് ചെയ്യുന്നത് അവിടുത്തെ ഫിനാൻസ് ഫംഗ്ഷൻ എത്രത്തോളം പെർഫോം ചെയ്യുന്നു എന്നുള്ളത് ബേസ് ചെയ്തിട്ടാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഈ ഫിനാൻഷ്യൽ കാര്യങ്ങൾ കൃത്യമായിട്ട് പ്ലാൻ ചെയ്യണം. അതിന് നമ്മൾ എന്ത് ചെയ്യണം, എത്ര എമൗണ്ട് ഓഫ് ക്യാപിറ്റലാണ്, അതിനെങ്ങനെ ഡിറ്റർമൈൻ ചെയ്യണം, ആ ഫണ്ടിനെ എങ്ങനെ നമ്മൾ അസറ്റിനും മറ്റ് ബിസിനസ് പേർപ്പസിനും ബിൽഡിങ്ങിനൊക്കെ വേണ്ടി യൂസ് ചെയ്യണം എന്നുള്ളത് കൃത്യമായിട്ടുള്ള ഒരു എസ്റ്റിമേഷൻ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. കൃത്യമായിട്ടുള്ള എസ്റ്റിമേഷനും സ്റ്റേറ്റ്മെൻറ്റും നമുക്ക് ഫിനാൻഷ്യൽ പ്ലാനും ഉണ്ടെങ്കിലാണ് നമുക്ക് പ്രോപ്പറായിട്ട് ഫിനാൻഷ്യൽ ഫംഗ്ഷൻ വർക്കൗട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഫിനാൻഷ്യൽ ഫംഗ്ഷൻ പ്രോപ്പർ ആയാലേ ഒരു ബിസിനസ്സിൻ്റെ സക്സസ് നമുക്ക് കൺഫർമേഷൻ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതുപോലെ തന്നെയാണ് ഒരു പ്രൊഡക്ഷനെ സംബന്ധിച്ചിടത്തോളം, പ്രൊഡക്ഷന് നമ്മൾ ഒരു ഓർഗനൈസേഷൻ്റെ പ്രൊഡക്ഷന് നമ്മൾ കൃത്യമായിട്ട് പ്ലാൻ ചെയ്യണം, അതിനെ കൺട്രോൾ ചെയ്യണം. നമുക്കറിയാം പ്ലാനിങ് ഒരു സൈഡ് ഉണ്ടെങ്കിൽ മറ്റൊരു സൈഡിൽ കൺട്രോളിങ് ഉണ്ടാവും. അത് രണ്ടും ഒരു കോയിൻ്റെ 2 സൈഡ്സാണ്, പ്ലാനിങ്ങും കൺട്രോളിങ്ങും. അപ്പം ഈ ഒരു ആക്ടിവിറ്റീസും ഇതിനകത്ത് പ്രധാനമായിട്ട് 2 ആക്ടിവിറ്റീസാണ് വരുന്നത്. അതായത് നമ്മൾ കൃത്യമായിട്ട് മെറ്റീരിയൽസിനെ പ്ലാൻ ചെയ്യുക, അതിനെ കൺട്രോൾ ചെയ്യുക. അതുപോലെ തന്നെ നമ്മളെ കപ്പാസിറ്റീനെയും കൃത്യമായിട്ട് നമ്മൾ പ്ലാൻ ചെയ്യുക, അതിനെ കൺട്രോൾ ചെയ്യുക. അപ്പോൾ ഈ 2 ഫാക്ടേഴ്സും ഇതിൽ നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. പ്ലാനിങ് ആൻഡ് കൺട്രോളിംഗ് എന്നാണ്, സ്പെല്ലിംഗ് മിസ്റ്റേക്കാണ് വന്നിട്ടുള്ളത്. അപ്പം മെറ്റീരിയൽസിനെയും കപ്പാസിറ്റീനെയും പ്ലാൻ ചെയ്യലും കൺട്രോൾ ചെയ്യലാണ് ഏറ്റവും പ്രധാനപ്പെട്ട 2 പ്രൊഡക്ഷൻ പ്ലാനിങ്ങിൻ്റെ ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത്. അപ്പം ഒരു കപ്പാസിറ്റീനെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ പെർഫോമൻസ് പുവറാണ് അല്ലെങ്കിൽ ഇൻസഫിഷ്യൻ്റ് ആയിട്ടുള്ള കപ്പാസിറ്റി ആണ് എങ്കിൽ അവിടെ ഒരു പക്ഷേ എന്തായിരിക്കും, വർക്ക് ഇൻ പ്രോഗ്രസിൻ്റെ ഇൻവെൻട്രീസ് കൂടാനുള്ള ചാൻസസ് ഉണ്ട്. അതായത് മുഴുവൻ പണി തീരാത്ത മെറ്റീരിയൽസിൻ്റെ ഇൻവെൻട്രി സ്റ്റോക്ക് കൂടുതലാവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെ വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് മാനുഫാക്ചറിങ് നടത്തുന്ന എംപ്ലോയീസിന് ഫ്രസ്ട്രേറ്റഡ് ആവാനുള്ള ചാൻസ് വരും. ഇങ്ങനെ വരുന്ന സമയത്ത് കസ്റ്റമേഴ്സിന് സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവാതെ വരും. സ്വാഭാവികമായിട്ടും ഒരു ഓർഗനൈസേഷൻ്റെ പ്രോഫിറ്റും കുറയും. അപ്പം എക്സസ് കപ്പാസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കമ്പനീനെ സംബന്ധിച്ചിടത്തോളം ഒരു നീഡ്ലെസ് എക്സ്പെൻസും കൂടിയാണ്. സോ കൃത്യമായിട്ടുള്ള ഒരു കപ്പാസിറ്റി ആയിരിക്കണം നമ്മൾ തീരുമാനിക്കേണ്ടത്. ഇൻസഫിഷ്യൻ്റ് കപ്പാസിറ്റി വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ വർക്ക് ഇൻ പ്രോഗ്രസ് കൂടും. വർക്ക് ഇൻ പ്രോഗ്രസ് കൂടിക്കഴിഞ്ഞാൽ മാനുഫാക്ചറേഴ്സിന് എംപ്ലോയീസിന് ഭയങ്കര ഫ്രസ്ട്രേറ്റഡ് ആയിരിക്കും. ഫ്രസ്ട്രേഷൻ വന്നു കഴിഞ്ഞാൽ അവിടെ കസ്റ്റമേഴ്സിന് സാറ്റിസ്ഫാക്ഷൻ ബുദ്ധിമുട്ടായിരിക്കും. ഓർഗനൈസേഷന് പ്രോഫിറ്റ് ഉണ്ടാവാതെ വരും. സ്വാഭാവികമായിട്ടും അവിടെ നഷ്ടങ്ങൾക്കുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പം ഇത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രധാനമായിട്ട് 3 മെത്തേഡ്സാണ് വരുന്നത്. ബ്രേക്ക് ഈവൻ അനാലിസിസും ഡിസിഷൻ ട്രീസും ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ആണ് വരുന്നത്. ബ്രേക്ക് ഈവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, നമുക്ക് ഈ ഒരു കപ്പാസിറ്റീനെ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ്. സോ എവിടെയാണ് നോ പ്രോഫിറ്റ് നോ ലോസ് എന്ന് പറയുന്ന ആ ഒരു സ്റ്റേജിനാണ് നമ്മൾ ബ്രേക്ക് ഈവൻ എന്ന് പറയുന്നത്. ആ ഒരു സ്റ്റേജിനെ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് വേണം നമ്മളെ കപ്പാസിറ്റി തീരുമാനിക്കാൻ. നെക്സ്റ്റ് ആണ് ഡിസിഷൻ ട്രീ. ഡിസിഷൻ ട്രീയും ഇതുപോലെ തന്നെ അനലൈസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ്.
മെത്തേഡാണ്. സോ ഇതിനകത്ത് ആക്ച്വലി ഇറ്റ് ഈസ് പെർട്ടിക്കുലർലി യൂസ്ഡ് ഫോർ വെയ്റ്റിംഗ് കപ്പാസിറ്റി എക്സ്പാൻഷൻ ആൾട്ടർനേറ്റീവ്സ് വെൻ ഡിമാൻഡ് ഈസ് അൺസർട്ടൈൻ ആൻഡ് സീക്വൻഷ്യൽ ഡിസിഷൻസ് ആർ റിക്വയർഡ്. നമുക്ക് ഡിമാൻഡ് അൺസർട്ടൈൻ ആവുന്ന സമയത്ത് അല്ലെങ്കിൽ ഡിസിഷൻസ് സീക്വൻഷ്യൽ അല്ലാത്ത സമയത്താണ് നമ്മൾ ഈ ഒരു ഡിസിഷൻ ട്രീ നമ്മൾ യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് വണ്ണാണ് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ്. ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ഇതുപോലെ തന്നെ മറ്റൊരു കപ്പാസിറ്റീനെ ഡിറ്റർമിൻ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ്. ഇവിടെ ഓപ്പറേഷൻ മാനേജറാണ് ഫുൾ പവർ ഉണ്ടായിരിക്കും. എത്ര ആയിരിക്കും ക്യാപിറ്റൽ ബഡ്ജറ്റ്, എക്സ്പെൻഡിച്ചർ എത്ര ആയിരിക്കണം എന്നുള്ളത് ക്യാപിറ്റൽ ബഡ്ജറ്റിങ്ങിൻ്റെ ഇതിൽ തീരുമാനിക്കുന്നത് ഓപ്പറേഷൻ മാനേജറായിരിക്കും. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ബാക്കി നോക്കാം.